നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമകളിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച നടിയാണ് സുകന്യ. അഭിനയത്തിന് പുറമെ നർത്തകി കൂടിയായ സുകന്യ മലയാളത്തിലും നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. മമ്മൂട്ടിയോടൊപ്പം സാഗരം സാക്ഷി, മോഹൻലാലിനൊപ്പം ചന്ദ്രലേഖ, ജയറാമിന്റെ നായികയായി തൂവൽ കൊട്ടാരം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ സുകന്യ അവതരിപ്പിച്ചിരുന്നു. ഇവയിൽ അഭിനയത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത സാഗരം സാക്ഷി. മമ്മൂട്ടി, തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ലോഹിതദാസ് ആയിരുന്നു. ഒരു സ്ത്രീയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോവാൻ അവസരം ലഭിച്ച കഥാപാത്രമാണ് സാഗരം സാക്ഷി എന്ന സിനിമയെന്നും തനിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ കഥാപാത്രമാണതെന്നും സുകന്യ പറയുന്നു. മമ്മൂട്ടി അധികം സംസാരിക്കാറില്ലായിരുന്നു എന്നും എന്നാൽ അഭിനയിക്കാൻ നല്ല സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും സുകന്യ പറഞ്ഞു. എന്നാൽ നടി ഇപ്പോൾ എഴുത്തുകാരിയായിട്ടാണ് തിരികെ വരുന്നത്. DNA എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് സുകന്യ പാട്ടെഴുതിയത്. പാട്ടെഴുത്ത് തന്റെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു എന്ന് പറയുകയാണ് നടി ഇപ്പോൾ. പലതവണ വഴിമാറി നടക്കാൻ ശ്രമിച്ചിട്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയ യാത്രയായിരുന്നു എന്റേത്. പഠനത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകാനാണ് വീട്ടുകാരും ഉപദേശിച്ചത്. സിനിമയിലേക്ക് ഇറങ്ങിയതോടെ സ്വന്തം ശരികൾ മുൻനിർത്തി സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. സീനിയറായ ഒരുപാട് പേരുടെ സിനിമകളിലേക്ക് തുടക്കത്തിൽ തന്നെ ക്ഷണം ലഭിച്ചു. വിജയകാന്തിന്റെ ചിന്ന കൗണ്ടറിൽ അഭിനയിക്കാൻ പോയതെല്ലാം ഇന്നും ഓർമ്മയുണ്ട്. ലൊക്കേഷനിൽ വെച്ച് വിജയകാന്ത് സാറിന്റെ അടുത്തിരുന്ന കസേര എടുക്കാൻ ചെന്നതും സംസാരിക്കാൻ പേടിച്ച് അവിടെ നിന്ന് പരിങ്ങിയതും എല്ലാം ഒരു തുടക്കക്കാരിയുടെ പരിഭ്രമങ്ങളിൽ ചിലത് മാത്രമായിരുന്നു. നടൻ പ്രഭുവിനൊപ്പം വിജയ് സിനിമകളുടെ ഭാഗമായി. ശിവാജി സാറിന്റെ മകൻ എന്ന തലക്കനമൊന്നുമില്ലാതെയാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. സിനിമയോടും അഭിനയത്തോടും ഒന്നും കൗമാരത്തിലെ തനിക്ക് താല്പര്യമില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ നൃത്തമായിരുന്നു മനസ്സിൽ. 7 വയസ്സ് മുതൽ ഭരതനാട്യത്തിനൊപ്പമായി യാത്ര. മധുരയിൽ ജനിച്ചെങ്കിലും സ്കൂളിൽ പോയതൊക്കെ ചെന്നൈയിലാണ്. കലാക്ഷേത്രം വീടിനടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ചിലങ്കയുടെ താളം ചുറ്റിനും നിറഞ്ഞു നിന്നിരുന്നു. ഓഡിഷനിലൂടെയാണ് കലാക്ഷേത്രയിലേക്ക് പ്രവേശനം കിട്ടുക. അവിടെ ഡബിൾ പ്രൊമോഷൻ നേടിയാണ് പഠിച്ചിറങ്ങുന്നത്. നൃത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പും ലഭിച്ചിരുന്നു. 400 പേർ എഴുതിയ പരീക്ഷയിൽ 10 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. മാത്രമല്ല, പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറും സ്പോർട്സ് ക്യാപ്റ്റനും ഒക്കെയായി തിരക്കുള്ള കാലമായിരുന്നു അതൊക്കെ. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് അഭിനയത്തെപ്പറ്റിയോ ചിന്തകളില്ലായിരുന്നു. അച്ഛൻ ഒരു സിനിമ നിർമ്മിച്ചിട്ട് പോലും അഭിനയത്തോട് എനിക്ക് താല്പര്യം തോന്നിയില്ല. കുട്ടിക്കാലത്ത് സിനിമ കാണുന്നത് കുറവായിരുന്നു. TV-യിൽ ചിത്രഹാർ പോലുള്ള പരിപാടികൾ വല്ലപ്പോഴും കണ്ടിട്ടുണ്ട്. നൃത്തവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ആഗ്രഹവും. അത് തന്നെയാണ് നടി പിന്നീട് തിരഞ്ഞെടുത്തത്. എന്തായാലും വളരെ നാൾക്ക് ശേഷം സിനിമയിലേക്ക് അല്ലെങ്കിൽ പാട്ടിലൂടെ തിരികെ വരുമ്പോൾ ഇരു കൈനീട്ടി സ്വീകരിക്കുകയാണ് മലയാളികൾ സുകന്യയെ. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.